ആ സുഹൃത്തുക്കളെ, ഈ 2026 വിഷുഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 2026 ഏപ്രിൽ 14 വിഷു സംക്രമം നടക്കുന്നത്. അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ 9:32. അപ്പം സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുകയാണ്. അതാണ് വിഷു സംക്രമിക്കുക എന്ന് പറയുന്നത്. മേടൻ രാശിയെപ്പറ്റി പറയാനാണെന്നൊരിൽ മേടൻ രാശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് കാലചക്രത്തിൻ്റെ ആദ്യ സോഡിയാക് സൈനാണ്. മാത്രമല്ല ഓരോ 60 വർഷം കൂടുമ്പോഴും ശനിയും ഈ പറയുന്ന വ്യാഴവും കൂടെ ഇവിടെ സംക്രമിക്കും. അപ്പം ഈ വിഷുവിൻ്റെ ഈ പറയുന്ന സംക്രമത്തിൽ കൂടെ ഈ സൂര്യൻ ഇവിടെ മേടത്തിൽ സംക്രമിക്കുന്നതോടുകൂടി പല രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം മെയിൻ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നാളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മീനൻ രാശി, മേടൻ രാശി, ഇടവൻ രാശി ഇങ്ങനെ ഈ വിധിപ്പെട്ട ഈ നാളുകൾ ഇത്രയും നാളുകാർക്ക് വളരെ നല്ലതാണ്. ഇവിടെ സംക്രമപുരുഷനെ ആദ്യശൂലം, മധ്യശൂലം, അന്ത്യശൂലം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആദ്യ ഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കം അങ്ങനെയുള്ള ഒരു തിരിവുണ്ട്. അപ്പം ഈ ശൂലം മാറുന്നതിനല്ല, നമ്മുടെ ഈ ഓരോ ഷഡ്കം മാറുന്നതനുസരിച്ചാണ് ഓരോ ആൾക്കാരുടെ ഈ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ മീനം, മേടം, ഇടവൻ രാശിക്കാർക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആദിശൂലത്തിൽ വരുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ പൂരിട്ടാതിയുടെ ഒടുവിലത്തെ ഒരു പാദം, ഉത്തിട്ടാതി, രേവതി, അതുപോലെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരത്തിൻ്റെ പകുതി ഇത്രയും നാളുകാർക്ക് ഈ ഒരു ഇതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലമാണ് ഈ വിഷുസംക്രമം കൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് മധ്യശൂലം, അന്ത്യശൂലം, ആ ഒരു രീതിയിലുള്ള കാറ്റഗറൈസേഷൻ വരും. അപ്പം നമ്മൾ എന്തായാലും ഓരോ നാളുകാരെ പറ്റിയും പ്രത്യേകിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കവർ ചെയ്ത് പോകാതിരിക്കാൻ പറ്റിയല്ല. കാരണം ഈ ഒരു വിഷുവിൻ്റെ ആയിട്ടുള്ള പ്രത്യേകത രാജ്യത്തിനും സമ്പത്തിനും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വിഷുവിൻ്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്യത്തിനും സമ്പത്തിനും ഒക്കെ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നിങ്ങൾ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു രാജ്യത്തിനോ സമ്പത്തിനോ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ വരാനിരിക്കുന്നതായിട്ടുള്ള ചില ഫൈനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ചില വൈറസ് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പരാമർശിച്ച് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ വ്യാഴത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാർച്ച് 11 തീയതി, കഴിഞ്ഞ മാർച്ച് 11 തീയതി വ്യാഴം മാറിയിരുന്നു. ഇനിയിപ്പോൾ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ളൊരു മാറ്റം ജൂലൈ അവസാനത്തോടു കൂടി വരുന്നതാണ്. അതുപോലെ ശനിയാണേലും ശനിയുടേതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ശനി രാശി മാറുന്നില്ല. അപ്പോൾ ഈ ജൂലൈ പകുതിയോടുകൂടി ശനി വക്രത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ഓരോ നാളിനെ പറ്റിയും പറയാം. അതിനു മുമ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 2026 പകുതി കഴിയുമ്പോഴത്തേന് ഒരു ചെറിയ രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു ക്രൈസിസിൻ്റെ ഒരു തുടക്കം സംഭവിക്കുന്നതാണ്. പക്ഷെ എന്നൊരിൽ ഈ അടുത്ത വർഷം 2027 വേൾഡ് വൈഡ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ ഒന്ന് സംഭവിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 22, അതായത് ഓഗസ്റ്റ് 22, 2027 ഓഗസ്റ്റ് 22 തീയതി അശ്വതി നക്ഷത്രത്തിൽ ശനി പാസ് ചെയ്യുന്ന ഒരു സമയം വരും. ആ ഒരു സമയത്ത് കേതു ക്യാൻസർ രാശിയിൽ, അതായത് പൂയം നക്ഷത്രത്തിൽ നിലകൊള്ളുന്ന ആ ഒരു സമയത്ത് പല രീതിയിലുള്ള പ്ലാനറ്ററി ചേഞ്ച് വരാനും പുതിയ ഒരു വൈറസ് വരാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ COVID-19 വന്നു, അതേമാതിരിയുള്ള പുതിയൊരു വൈറസ് ഈ പറഞ്ഞ 2027 ഓഗസ്റ്റ് 22 ആ വരാനുള്ള ഒരു സാധ്യത. മാത്രമല്ല വേൾഡ് വൈഡായിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെയൊക്കെ വരാനുള്ള കാര്യങ്ങളാണ്, ഒത്തിരി സാധ്യതയാണ്. അപ്പം ഇത് പറയാൻ കാരണം നിങ്ങൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി എന്നാണ് പറയുന്നത്. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ 100% സംഭവിക്കുക എന്നുള്ളതല്ല, അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഇന്ത്യയുടെ സമ്പദ്ഘടന വളരെ ശക്തവും വളരെ നിയന്ത്രണത്തിലാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നരേന്ദ്രമോദിയൊക്കെ ഭരണത്തിലേറുന്ന സമയത്ത് 1 ട്രില്യൺ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ GDP ഇന്ന് 5 ട്രില്യനെക്കാട്ടിലും വളർന്നു. മാത്രമല്ല ഇപ്പോൾ ഇത് 4th വേൾഡിലെ പവറായിട്ട്, സൂപ്പർ പവറായിട്ട് 2025 ഇന്ത്യ മാറുകയുണ്ടായി. അപ്പോൾ അധികം താമസിക്കാതെ ഒരു 10 അല്ലെ 15 വർഷത്തിനകത്ത് ഇന്ത്യ 3rd വേൾഡ് പവറായിട്ട് മാറുമെന്നുള്ള 100%. പ്രത്യേകിച്ച് നമുക്ക് നല്ല ലീഡർഷിപ്പുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അതുപോലെ പ്രധാനമന്ത്രിയെ പറ്റി, ശ്രീ നരേന്ദ്രമോദിയെ പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റിയല്ല. അതുപോലെ നല്ല മിനിസ്റ്റേഴ്സ്, നിർമ്മല സീതാരാമൻ, അതുപോലെ S ജയശങ്കർ, പിന്നെ അജിത് ഡോവലിൻ്റെ വേറൊരു പൊസിഷനാണെങ്കിലും നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റിയല്ല. അങ്ങനെ പല രീതിയിലുള്ള നല്ല ലീഡർഷിപ്പ് നമുക്കുണ്ട്. ഈവൻ നരേന്ദ്രമോദി വന്നതിൽ പിന്നെ 78
78 എയർപോർട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ 79 പുതിയ സിറ്റി, അങ്ങനെ ഒരുപാട് ഇന്ത്യക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉണർവും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത്ര വലിയ പോപ്പുലേഷൻ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ദ വേൾഡ് ലാർജസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഇലക്ഷൻ, അപ്പോൾ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി, ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, ഇന്ത്യയുടെ പോപ്പുലേഷനെ, അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ കുതിച്ചു വരും എന്നുള്ളത് 100%. പക്ഷെ എന്ന് വരില്ല, ഈ ഒരു 2027 ഒരു ക്രൈസിസ് വരുന്നത് എല്ലാ രാജ്യത്തെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ചില പോയിന്റ് അവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫൈനാൻഷ്യൽ സെക്ടറൊക്കെ താഴെ പോകാനും അതുപോലെ ബാങ്കിങ് സെക്ടറെ താഴെ പോകാനുള്ള പ്രശ്നങ്ങളെ, അതുപോലെ എക്കണോമിക് ക്രൈസിസ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ഗ്ലോബലി ഉള്ള പല രീതിയിലുള്ള റെസിഷന്, അതുപോലെ ബാങ്കിങ് സെക്ടർ മാത്രമല്ല ഇൻഷുറൻസ് കമ്പനികൾ, അതുപോലെ പ്രോപ്പർട്ടിയുടെ പ്രൈസൊക്കെ എന്ന് പറഞ്ഞാൽ 30% താഴോട്ട് പോകാനുള്ള ഒരു സാധ്യത. പിന്നെ അത് മാത്രമല്ല ഈ ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഷുറൻസ് മേഖലയിലൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഇങ്ങനൊരു റിസഷൻ എന്ന് പറയുന്നത്. അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അതുപോലെ വണ്ടിയുടെ വെഹിക്കിൾ മാർക്കറ്റ്, വെഹിക്കിൾ മാനുഫാക്ചറിങ്, ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഈ ഒരു ഫൈനാൻഷ്യൽ 2027-28 വരാനിരിക്കുന്ന ക്രൈസിസ് കൊണ്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിതൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്ന അസ്ട്രോളജീസ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ കാര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ പ്രിപ്പയർഡ് ആകുക എന്നുള്ള, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പതിയും ഈ പറഞ്ഞ മാതിരിയുള്ള ലോണോ കാര്യങ്ങളോ എടുക്കാതെ ഹൈ ഡെപ്റ്റ് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുകൊണ്ട് അത്ര പ്രിപ്പയർഡായിട്ട് നമ്മൾ ഇതെടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈ പ്രൈസിൽ നിന്ന് ഇപ്പോൾ ഷെയർ വാങ്ങിക്കുകയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം ഷെയർ മാർക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏകദേശം 50% വരെ താഴെ പോകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഈ ട്രേഡിങ് ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർ ഈ ലോവർ പ്രൈസിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ചൊന്നും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ട്രേഡിംഗ് ആണെങ്കിലും ഒത്തിരി നല്ലതല്ല. കാരണം 4.5% താഴെ ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ്, ഒരു സ്പിരിച്വലായിട്ടുള്ള സ്പിരിച്വൽ അവേക്നെസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള നമുക്കൊരു തിരിച്ചറിവാണ്, ആത്മീയമായിട്ടുള്ളൊരു തിരിച്ചറിവ്. അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഡിസ്പ്യൂട്ട്, പല രീതിയിലുള്ള ഗ്ലോബൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. എക്കണോമിക്കലായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സൊസൈറ്റിയിലുള്ള നിലനിൽക്കുന്നതായിട്ടൊരു പ്രശ്നങ്ങൾ, ക്യാഷ് ക്രഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അപ്പം നമുക്കിവിടെ ഒരു ഡിസിപ്ലിനും നമ്മുടെ ഒരു പല കാര്യത്തിലോട്ടുള്ള ഒരു ഉയർത്തിരിപ്പ് അല്ലെങ്കിൽ വരില്ല. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനും പക്വതയോട് കാര്യങ്ങളെ കാണുവാനും അതുപോലെ ഉള്ള കാര്യങ്ങളും. അപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈസിസ്, എക്കണോമിക്കലായിട്ടുള്ള ഒരു ക്രൈസിസ്, നാച്ചുറൽ ഡിസാസ്റ്റർ, ഇങ്ങനെ പറഞ്ഞ രീതി പല രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ അലേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയോടുണ്ടെന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ വൈറസ് വരുന്ന കാര്യം പറഞ്ഞു, അതേമാതിരി പുതിയതായിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് വരുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം 2026 മുതൽ തുടങ്ങി കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. 2027-28 അത് മൂർച്ഛിച്ച് നല്ല രീതിയിലെത്തും. US-ലും അതായത് പല രാജ്യങ്ങളിലും ഒരേ രീതിയിലുള്ള അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഓരോ നാളുകാരുടെയും പ്രത്യേകിച്ച് തരം തിരിച്ചിട്ടുള്ള ഫലം ഒന്ന് നോക്കാം. ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി മകയിരത്തിൻ്റെ പകുതി, ഇത്രയാണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയെ ഭരിക്കുന്ന സൂര്യനാണ്, ചൊവ്വാകർമ്മയാണ്. അതുപോലെ രോഹിണിയെ നോക്കിക്കഴിഞ്ഞാൽ ഭരിക്കുന്ന ചന്ദ്രനാണ്, ബുധകർമ്മയാണ്. അതുപോലെ മകയിരത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാണ്, ഗുരുകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കർമ്മങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനാണെന്ന് ഇവർക്ക് പല രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഭാഗ്യങ്ങൾ വരാനും അങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെന്നൊരു അവരുടെ ഫാദർ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പേരിൽ അല്ലെങ്കിൽ വൈഫ് ഒക്കെ ആണെന്നൊരിൽ അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു റിട്ടേൺ മാതിരിയുള്ള കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളായിരുന്ന സഹോദരങ്ങൾക്ക് അത് പറഞ്ഞു തീർക്കാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ
നമ്മുടെ അയൽവക്കക്കാരുമായിട്ടെ അല്ലെന്നൊരു എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവരെല്ലാം അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ നയിക്കാൻ ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തിൻ്റെ ഒടുവിൽ ജൂലൈയോടുകൂടി അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യം കൂടെ വരുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജൂലൈ ആകുമ്പോഴത്തേന് പിന്നെ എന്തെങ്കിലും സഹോദരങ്ങളുമൊക്കെ കണ്ടുമുട്ടാണ് വിദേശത്തുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേന് അവർ നാട്ടിൽ എത്താനോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ കണ്ടുമുട്ടാനും നല്ല സന്തോഷകരമായിട്ട് നർമ്മ സംലാപങ്ങൾ നടത്താനും ഈ പറഞ്ഞ മാതിരി പഴയ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനും എടുക്കാനും ഒക്കെ ഈ വർഷാവസാനത്തോടുകൂടി വളരെ ജൂലൈ എൻഡിലോടുകൂടി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടി വീതം വെക്കാൻ പാർട്ടീഷൻ ചെയ്യാനിരിക്കാൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ ജോലി ഇല്ലാതിരുന്ന ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടാൻ അല്ലെന്നൊരു എന്തെങ്കിലും ഓൺലൈൻ ഇത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ജോബ് നോക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ തന്നെ മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങളെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെയൊക്കെ ഉള്ള പൈസ അടച്ചു തീർക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരെ അത് പൈസ അടച്ചു തീർക്കാനൊക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ ലോൺ കിട്ടാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ലോൺ എടുക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഏകദേശം ജൂലൈ ഒടുവിലോടുകൂടി ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ച അങ്ങനെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതുപോലെ ഹസ്ബൻഡും വൈഫും എന്തെങ്കിലും പ്രശ്നമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അകന്ന് നിന്നിരുന്ന ഹസ്ബൻഡ് വൈഫ് കണ്ടുമുട്ടാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് നല്ല സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ജൂലൈ അവസാനത്തോടുകൂടി കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള വരും. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ബിസിനസ്സിനകത്തുള്ള പുതിയ ഉയർച്ചകളെ അല്ലെങ്കിൽ പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ എടുക്കാനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. ജൂലൈ എൻഡോടുകൂടി എന്തെങ്കിലും വിദേശത്തൊക്കെ പോകാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അപ്പം ജൂലൈ ഒടുവിലോട്ടുകൂടി ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. IELTS എക്സാം ഒക്കെ എഴുതാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എഴുതാനുള്ള സാഹചര്യങ്ങൾ, അതിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, അതുപോലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ സ്റ്റഡീസിന് വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈയോടുകൂടി. അപ്പം വിസ എമിഗ്രേഷൻ്റെ ആയിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ മാറി വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരും. അതുപോലെ ജൂലൈ എൻഡോടുകൂടി വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുതിയ വീട് വെക്കാൻ അല്ലെങ്കിൽ ഈ വീടിൽ എന്തെങ്കിലും ഓടി പിടിപ്പിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഈ ജോലി സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ്. പുതിയ ജോലി കിട്ടാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗെയിം, ജോലി സ്ഥലത്ത് നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ആൾക്കാരുമായിട്ട് പങ്കുവെക്കാൻ, എടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നല്ല റെസ്പെക്റ്റ് കിട്ടാൻ, അങ്ങനെയുള്ള ഒരു ഹയർ ഒഫീഷ്യൽസിൻ്റെ അടുത്തു നിന്നായാലും നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല റെസ്പെക്റ്റ് കിട്ടാനും എടുക്കാനും നല്ല തൊഴിലിനൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിൽ റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് സെക്ടറിൽ നിന്നൊക്കെ ഉള്ള പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ അനുകൂലമായിട്ട് വരാനൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമല്ല, എന്തെങ്കിലും ഗവൺമെൻറ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും പൈസ ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കിട്ടാൻ, ജോബ് ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. മാത്രമല്ല ജൂലൈ അവസാനത്തോടുകൂടി പല രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം വരാൻ, നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പല രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അഥവാ നടക്കത്തില്ല എന്നുള്ള കാര്യങ്ങൾ നടക്കുക, നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ വരാൻ, സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ നയിക്കാൻ, സന്തോഷകരമായിട്ടുള്ള ചുറ്റുപാട് വരാൻ, എടുക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള വളരെ
അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള റെമഡി കാര്യങ്ങൾ ഇതിൻ്റെ പറയുന്നുണ്ട്, അതുകൂടെ നിങ്ങൾ കേട്ടിരിക്കുക. നിങ്ങൾക്ക് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരാണെന്ന് വരില്ല, സൂര്യനെ പോസിറ്റീവ് ആക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗോതമ്പ് ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ സൂര്യന് ജലം ദാനം ചെയ്യുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഓടിച്ചോടിച്ച് ഓരോ ഗ്രഹങ്ങളായിട്ടുള്ള ഒരു ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ ചന്ദ്രൻ്റെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പല രീതിയിലുള്ള ചില ആൾക്കാർക്ക് വിഷമതകൾ അനുഭവിക്കുന്ന ആൾക്കാർ കാണും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചന്ദ്രനെ പോസിറ്റീവ് ആക്കാൻ ഫുഡ് ദാനം ചെയ്യുക, അതുപോലെ ജലം ദാനം ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷികൾ, നമുക്ക് പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന കൃഷികളൊക്കെ നട്ട് വളർത്തുക, ചെടികളൊക്കെ നട്ട് വളർത്തുക. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ചന്ദ്രനെയൊക്കെ പോസിറ്റീവ് ആക്കാൻ വളരെ അതാണ്. മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷന്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതുപോലെ മൂൺ മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളത് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ ജലം പാഴാക്കൽ ഒരു കാരണവശാലും, അതുകൊണ്ട് പൈപ്പൊക്കെ നല്ല രീതിയിൽ മുറുക്കി അടയ്ക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്കും വേണമെന്നൊരു ചന്ദ്രനൊക്കെ കയറി നെഗറ്റീവ് ആകാം. പ്രത്യേകിച്ച് നമ്മുടെ ബർത്തിയാട്ടിലൊക്കെ 3.2 ഡിഗ്രി ലഗ്നമായിട്ടൊക്കെ അലൈൻ ചെയ്യുന്നത് നിൽക്കുന്ന ആൾക്കാർ മാനസികമായിട്ടുള്ള പല രീതിയിൽ സംഘർഷങ്ങളെ അല്ലെന്നൊരിൽ പല 90% അതിനകത്ത് ആൾക്കാർക്ക് ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ഗുരുവിനെ പോസിറ്റീവ് ആക്കാൻ കടല ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കടല നമ്മുടെ വിശ്വസിക്കുന്നതായിട്ടുള്ള നമ്മുടെയായിട്ടുള്ള ആരാധനാലയങ്ങളിൽ കടല കൊടുക്കുക. പ്രത്യേകിച്ച് അല്ലെന്നൊരു അന്തര, മുടന്തര, തൂപ്പുകാര ഇങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷനൊക്കെ ഉള്ള പെട്ട ആൾക്കാർക്ക് കടല ദാനം ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. അതുപോലെ നമുക്ക് ഒരു ശകലം പിഞ്ച് ഓഫ് സാഫ്രോൺ, ശകലം ഒരു സാഫ്രോൺ എന്ന് പറഞ്ഞ കുങ്കുമം, അത് പാലിനകത്തിട്ട് കുടിക്കുകയാണ്. ശുക്രനെയും ഒരേ സമയത്ത് ശുക്രനെയും വ്യാഴത്തെ കൂടെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ഇച്ചിരി ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ ഇട്ടിട്ട് ഡെയിലി കുളിക്കുന്നത് വളരെ നല്ലതാണ്. അതും വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനാണ്. അതുപോലെ മഞ്ഞ പട്ട് ദാനം ചെയ്യുക. അവരവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ മഞ്ഞ പട്ട് ദാനം ചെയ്യുന്നത് ഈ പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അവിടെ വ്യാഴത്തിൻ്റെ കാര്യം ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷന് വ്യാഴമാണ് ഭരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ കുബേരൻ്റെ സ്ഥാനമെന്നും പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ സമ്പത്ത് നശിക്കുക, പല രീതിയിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇമ്പാക്റ്റ് ഉണ്ടാകാം. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഇങ്ങനെയൊക്കെ ഉള്ള ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ബെഡ്റൂമായിട്ടാണെങ്കിലും യൂസ് ചെയ്യല്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫായിട്ടുള്ള ആൾക്കാർ ആ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനെ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അതുകൊണ്ട് അല്ലെന്നൊരു പ്രായമുള്ള ആൾക്കാർക്ക്, കുട്ടികളെ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഉറങ്ങാനൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. അപ്പം നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോയ്ലറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തിങ്കിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങ് മാറിപ്പോവും. പല രീതിയിലുള്ള നമുക്ക് നല്ല വിചാരം വരത്തില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കാലപുരുഷൻ്റെ തലയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് തല മലിനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള തോട്ട്സ് വരത്തില്ല, നല്ല രീതിയിലുള്ള വിചാരങ്ങൾ വരത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും വാസ്തുപരമായിട്ട് വധാനം എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ ചില ആൾക്കാർക്ക് സ്കിൻ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഇമ്പാക്റ്റ് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ വെരിക്കോസ് പെയിൻ ഇങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊരു പച്ചപ്പയർ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കൃഷ്ണനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലെ അല്ലെന്നേരിൽ ആ ഒരു രീതിയിൽ മഹാവിഷ്ണുവിൻ്റെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള അമ്പലത്തിൽ പോവുക. ഈ ബുധൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരെ അവരൊരു വിശ്വസിക്കുന്ന ആരാധനാലയത്തിൽ പച്ച പട്ട് ദാനം ചെയ്യുക. അതുപോലെ പച്ച നമ്മുടെ നൂലൊക്കെ നമ്മൾ കെട്ടി നടക്കുക. അങ്ങനെയൊക്കെ ഉള്ളത് വളരെ അനുകൂലമായിട്ടുള്ളത്. മാത്രമല്ല മൊബൈലിലൊക്കെ വാൾപേപ്പറായിട്ടുള്ള ഈ ഗ്രീന് ഇതൊക്കെ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ നോർത്ത് ഡയറക്ഷനിൽ ടോയ്ലറ്റ് വരില്ല. നോർത്ത് ഡയറക്ഷനിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ബുധൻ കയറി നെഗറ്റീവ് ആകും. വാസ്തുപരമായിട്ടുള്ള പല രീതിയിലുണ്ടാകുന്ന പ്രശ്നമുണ്ട്. മാത്രമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ഷൻ, പ്രത്യേകിച്ച് നോർത്ത് ഡയറക്ഷനൊക്കെ ടോയ്ലറ്റ് വന്നാൽ അവിടുത്തെ ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഇറങ്ങിപ്പോകാം. അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഔട്ട്സൈഡ് ദ ഹൗസ്, വീട്ടിൽ നിന്ന് വെളിയിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ള നോർത്ത് ഡയറക്ഷനൊക്കെ. അതാണ് ഈ ബുധനൊക്കെ ഭരിക്കുന്ന നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ അതുകൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുപോലെ ഈ പറഞ്ഞമായ ചില ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ടോയ്ലറ്റൊക്കെ വന്നാൽ ക്യാൻസർ വരാനുള്ള കാര്യങ്ങളുണ്ട്. അതും കൂടെ നിങ്ങൾ
മനസ്സിലാക്കിയേക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൂടി ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റത്തില്ല, എന്നിട്ടും ഓടിച്ചെന്ന് പറഞ്ഞു പോവുകയാണ്. സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നത്. അതുപോലെ ശുക്രനെ പോസിറ്റീവ് ആക്കാനാണെന്ന് വരില്ല, തൈര് ദാനം ചെയ്യുന്ന വളരെ നല്ലതാണ്, വെള്ളപ്പട്ട് ദാനം ചെയ്യുന്ന വളരെ നല്ലതാണ്. അതുപോലെ 12 വയസ്സിന് 24 വയസ്സിനുള്ള പെൺകുട്ടികളൊക്കെ ശുക്രൻ്റെ റേഡിയേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ റേഡിയേഷനിൽപ്പെട്ട പെൺകുട്ടികൾക്ക് എന്തെങ്കിലും നമുക്ക് നല്ല മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ ഒരുങ്ങാനുള്ള സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് ദാനമായി കൊടുത്തു കഴിഞ്ഞാൽ ശുക്രൻ പോസിറ്റീവ് ആകും. മാത്രമല്ല ആണുങ്ങളായാലും അവരുടെ വൈഫിനെയൊക്കെ നല്ല രീതിയിൽ നോക്കുകയെടുക്കുക ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രന് വളരെ അനുകൂലമായിട്ട് വരും. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷനാണ്. അതുപോലെ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി വൃത്തിയായിട്ട് നടക്കുക എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങനും ശുക്രനെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്കാനെന്ന് പറഞ്ഞാൽ ആ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷന് അങ്ങനെയൊക്കെ പല കാര്യങ്ങളോടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനെയാണ് ശുക്രൻ ഭരിക്കുന്നത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഗ്നികോണ്, അവിടെ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാതിരിക്കുക. കാരണം നമുക്ക് ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, നമ്മുടെ സമ്പത്ത് കെടുത്തിക്കളയാണ്. അപ്പോൾ ഒരു കാരണവശാലും പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നിയാണ് ഭരിക്കുന്നത്. അഗ്നി ഭരിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിക്കകത്തുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു കോണ് ശുക്രനാണ്. നമ്മുടെ പൈസയും സമ്പത്തും അവിടെ കൊണ്ട് മലിനമാക്കുക എന്ന് പറഞ്ഞാൽ പൈസ മലിനമാകുക എന്നുള്ള പൈസയൊക്കെ നഷ്ടപ്പെടാം, പൈസ നശിക്കാം. മാത്രമല്ല നമുക്ക് വയറ് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള പ്രോബ്ലംസ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, വയറിനകത്ത് ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് അതുപോലെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ലേഡീസൊക്കെ ആണെന്ന് വരില്ല ഈ ഒരു റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ്. അതേമാതിരി അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷൻ വളരെ കെയർഫുള്ളായിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കും. അതുപോലെ രാഹുവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ബാർലി ദാനം ചെയ്യുന്ന വളരെ നല്ലതാണ്, രാഹുവിനെ പോസിറ്റീവ്. അതുപോലെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് റാഡിഷ് എന്ന് പറയുന്ന, ഈ പ്രത്യേകിച്ച് ബംഗാളിയൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഫുഡാണ്. അപ്പോൾ റാഡിഷ് ദാനം ചെയ്യുന്നത് അതുപോലെ പ്രത്യേകിച്ച് മുടന്തര, തൂപ്പുകാരെ അല്ലെ ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ബാർലി ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത് വളരെ അനുകൂലമായിട്ടാണ് ഈ പറഞ്ഞ രാഹുവിനെ പോസിറ്റീവ് ആക്കുക. അതുമാത്രമല്ല സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരില്ല, കാരണം അവിടെ രാഹുവാണ് ഭരിക്കുന്നത്. ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ രാഹുവിൻ്റെ ആയിട്ടുള്ള പ്രശ്നം വന്നാൽ നമുക്ക് ലൈഫിൽ ത്രൂ ഔട്ട് പല രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരും. പല രീതിയിൽ നിന്നാണ് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാത്ത സാധനമാണ്. ഒരു റെമഡിയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരായാലും വീട് വെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി വീട് വെക്കുക. ആദ്യം തന്നെ വാസ്തു നോക്കി എടുത്തിട്ട് ചെയ്യുക. കാരണം ഇന്ന് പണ്ടത്തെ മാതിരിയല്ല, ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്ന് വരെ നമുക്ക് വാസ്തു നോക്കാനും എടുക്കാനുമുള്ള മോഡേൺ ടെക്നോളജി, ജിയോ ജബ്ര, അങ്ങനെ പല ടെക്നോളജികളെ സാറ്റലൈറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മോഡേൺ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യാൻ, ടെക്നോളജി ഈസ് ദ കോമ്പറ്റീറ്റർ എന്ന് പറയേണ്ടി വരും ഏതോ കാര്യത്തിൽ. കാരണം കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. പണ്ടൊക്കെ എന്ന് 8 ഡയറക്ഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ വാസ്തുവൊക്കെ ചെയ്തത്. പക്ഷേ എന്നൊരു 16 ഡയറക്ഷൻ ഉണ്ട്, 16 ഡയറക്ഷൻ അതിൻ്റെ ആയിട്ടുള്ള പവിത്രത ഉണ്ട്, പല രീതിയിലുള്ള ഇതുണ്ട്. നമ്മളിപ്പോൾ അതേമാതിരി ഒരു പുതിയ വീട് വെക്കാൻ തുടങ്ങുമ്പോൾ പോലും ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷന് നിങ്ങൾ പോയിട്ട് ഒരു കിണർ വിട്ടോ അല്ല ഒരു കുഴി കുഴിച്ചിട്ട് പോലും, കുഴി അങ്ങോട്ട് കുഴിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്യാൻ ഒരുങ്ങി കഴിഞ്ഞാൽ പോലും ആ വീട് പണി പോലും അവിടെ നിന്ന് പോകാനും മുടങ്ങിപ്പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ കാൽക്കുലേഷനെ കാര്യങ്ങളെ അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കിണറെ കാര്യങ്ങൾ, ടോയ്ലറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ, ഈവൻ വാട്ടർ പൈപ്പ് പോലും കഴിയുന്നത് ആ ഒരു ഡയറക്ഷനിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ആ ഒരു പ്രകൃതിയുടെ ഒരു എനർജി നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് കാലപുരുഷൻ്റെ കഥ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. ഈ രാഹുവിൻ്റെ കാര്യം പറഞ്ഞ് ഈ ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നാൽ നമുക്ക് പിതൃദോഷം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ പോലും ആ രാഹുവിൻ്റെ ആയിട്ടുള്ള ദോഷങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള അനുഭവിക്കാനുള്ളതുള്ള പല പ്രശ്നങ്ങളുണ്ടാകാൻ, കുട്ടികൾക്കുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളെ, കുട്ടികൾക്ക് അംഗവൈകല്യം സംഭവിക്കാനുള്ളൊരു സാധ്യത, അതും കൂടാതെ ഈ ഒരു ഡയറക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു സ്മെല്ല് വീട്ടിൽ രൂപപ്പെടാനും, പ്രത്യേകിച്ച് സെപ്റ്റി ടാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വരാനും, ആ രാഹുവിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ത്രൂ ഔട്ട് നമ്മുടെ പല രീതിയിലുള്ള വരാനും, പ്രത്യേകിച്ച് ഈ രാഹുവിൻ്റെ ഒക്കെ നെഗറ്റീവ് എനർജി നമ്മുടെ ബ്രഹ്മസ്ഥാനം കഴിഞ്ഞ് കാലപുരുഷൻ്റെ തലയുടെ ഡയറക്ഷനിലോട്ട്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പാസ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് വളരെ കെയർഫുള്ളായിരിക്കുകയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയാനുണ്ട്. അതുപോലെ കേതുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കറുത്ത എള്ള് ദാനം ചെയ്യുന്നത് നല്ലതാണ്, കറുത്ത ഉഴുന്ന് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് കേതുവിനെ പോസിറ്റീവ്. അതുപോലെ 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് കളിപ്പാട്ടം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേതുവിനെയും
ബുധനെയും കൂടെ ഇത് പോസിറ്റീവ് ആക്കാനുള്ളതാണ്. അതുപോലെ കമ്പിളി ദാനം ചെയ്യുക. കമ്പിളി ദാനം ചെയ്യുന്നതും ഈ പറഞ്ഞ കേതുവിനെ പോസിറ്റീവ് ആക്കാനുള്ള വളരെ നല്ല ഒരു ഇത് കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ കേതു നമുക്ക് നെഗറ്റീവ് ആകും. അതുപോലെ നിങ്ങൾക്ക് ഈ ചൊവ്വ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപ്പ്, ചുവന്ന പരിപ്പ് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പ്രത്യേകിച്ച് ഈ ഓരോ ദേവിമാരുടെയൊക്കെ ടെമ്പിളിൽ പോകുന്ന ആൾക്കാർ അല്ലെന്നൊരു അവരവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ഹണി, അതായത് തേൻ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചൊവ്വയുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ സൗത്ത് ഡയറക്ഷനാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സൗത്തിലും അങ്ങനെ ചില രീതിയിൽ ടോയ്ലറ്റ് ഒന്നും വരുന്നത് അത്ര അനുകൂലമല്ല. അതും പല രീതിയിലുള്ള ചൊവ്വ നെഗറ്റീവ് ആകും. ചൊവ്വ നെഗറ്റീവ് ആകുന്ന പല രീതിയിലുള്ള ആക്സിഡൻറ്റ്, സർജറി, വൂണ്ടുണ്ടാകുക, ആക്സിഡൻറ്റ് പറ്റുക, അപ്പം ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർ ചൊവ്വയായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ഒത്തിരി ഈ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊക്കെ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചുവന്ന ചെമ്പരത്തിച്ച് തെറ്റിയെ അങ്ങനെയൊക്കെ ഉള്ള കുഴിച്ചു വെക്കുക, അങ്ങനെയുള്ള ഇതിനെ പരിപാലിക്കെടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. മാത്രമല്ല ചുവന്ന പട്ട് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഏറ്റവും നല്ലതാണ് ബ്ലഡ് ദാനം ചെയ്യുക. അതുപോലെ ബ്ലഡ് റെമഡി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്കതായത് 3 മാസത്തിൽ ഒരു പ്രാവശ്യത്തിൽ നമ്മൾ കയ്യിലെ അതിൻ്റെയൊക്കെ ഒത്തിരി ഒരുപാട് റെമഡി ഉണ്ട്. എന്നാൽ ഒരു ചെറിയൊരു സൂചി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് കുത്തിയിട്ട് ഒരു 3 ഡ്രോപ്പ് അല്ലെ 1 ഡ്രോപ്പ് ബ്ലഡ് ഭൂമിക്ക് ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഈ ചൊവ്വയെ പോസിറ്റീവ് ആക്കാനൊക്കെ ഉള്ള പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടെന്നുകൂടെ മനസ്സിലാക്കാം. അതുപോലെ ശനിയെ പോസിറ്റീവ് ആക്കാൻ, ശനിയുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് അന്തരെ, മുടന്തരെ, തൂപ്പുകാരെ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനധർമ്മം ചെയ്യുക ഏറ്റവും നല്ലതാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ സ്ട്രീറ്റ് ഡോഗ്, തെരുവ് നായ്ക്കൊക്കെ ആഹാരം കൊടുക്കുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഉഴുന്ന് ദാനം ചെയ്യുന്ന അല്ലെ ഉഴുന്ന് വടയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്. അതുപോലെ ഈ ഒരു ശനിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഡയറക്ഷനാണ്. വെസ്റ്റ് ഡയറക്ഷൻ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരില്ല. വെസ്റ്റ് ഡയറക്ഷനിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ശനി നിങ്ങൾക്ക് നെഗറ്റീവ് ആവും. ശനി നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് തന്നെയല്ല, ഇപ്പം നമുക്ക് ചില ആൾക്കാരുടെ ബർത്തിയായിട്ടിൽ ഈ ശനിയും കേതുവും ഒക്കെ കയറി കണക്റ്റ് ആകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ശനിയും കേതും കൂടെ ഡയറക്റ്റ് കയറി ഇത്ര ഡിഗ്രിയിലൊക്കെ ആംഗിളിൽ കയറി കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ 3 വർഷം കൂടുമ്പം ജോബ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള വരും. അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ഒരുങ്ങി കഴിഞ്ഞാൽ 3 വർഷം ചെയ്യുമ്പോഴത്തേന് ഒരു ബിസിനസ്സിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വന്നിട്ട് ആ ബിസിനസ് വൈൻഡപ്പ് ചെയ്തിട്ട് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തിരിയാനാണ്. പക്ഷേ നേരിൽ നമുക്കവിടെ ഫൈനാൻഷ്യൽ ലോസ് വരുന്നുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് പിടിപ്പിച്ചെടുക്കണമെന്നൊരു ആവറേജ് എന്ന ബ്രേക്ക് ഈവൻ ടൈം എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. അപ്പോൾ ഈ ഒരു 3 വർഷത്തെ കൊണ്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങൾ മാറ്റാനായിട്ടുള്ള ലാൽ കിതാബിൻ്റെ റെമഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലെന്ന് വരിൽ ഒന്ന് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെമഡി, അതായത് അതുപോലെ 10 അന്തരെ ഒരു ലൈനിൽ ഇരുന്നിട്ട് ഇത് കൊടുക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശനിയെ നെഗറ്റീവുള്ള മാറ്റാൻ വേണ്ടിയുള്ളത്, അതുപോലെ ശനിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള നമ്മൾ വേറെ 2 വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരുന്ന ആൾക്കാർ ലൈഫിലെ പല രീതിയിലുള്ള ജോബ് റിലേറ്റഡ് ആയുള്ള ഇഷ്യൂ വരുന്നവർക്ക് ശനിയെ പോസിറ്റീവ് ആക്കാനുണ്ട്. അപ്പോൾ ഒരു ലൈനിൽ 10 പേരെ ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു കർമ്മം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തേൻ വെച്ചിട്ടുള്ള ഒരു കർമ്മം പറഞ്ഞിട്ടുണ്ട്. ശർക്കര വെച്ചിട്ട്, ഓടക്കുഴൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കർമ്മം നമ്മൾ വീഡിയോ വെച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെന്നൊരു നിങ്ങളിത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്ത് വിട്ടുതരാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് അല്ല പഠിക്കാനെടുക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുള്ളവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനും ഒക്കെ. പിന്നെ ബാക്കി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വാട്സാപ്പ് അയക്കുക. വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ അന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊരു പറയാനെടുക്കാൻ മടിക്കണ്ട. ചില ആൾക്കാർ പറയുന്നുണ്ട് മനസ്സിലാകുന്നില്ല, ചില ആൾക്കാർ പറയുന്നുണ്ട് ലോങ് ആകുന്നു, എന്താ സംഭവം എന്ന് അറിഞ്ഞില്ല. ഒരുപാട് ആൾക്കാർ നല്ലതായിട്ടുള്ള അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വിളിക്കുന്ന, അതായത് സൊസൈറ്റിയിൽ നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ എഡ്യൂക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, വാട്ടവർ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്കുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പല
ടെക്നിക്ക് ഇതിനകത്ത് വരുന്ന രീതിയിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത ഒരു രീതിയിലുള്ള അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളും ചിലപ്പോൾ ചെയ്യാത്ത അത്ര സബ്ജക്റ്റും കാര്യങ്ങളും ആ ഒരു ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒത്തിരി ടെക്നോളജി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ മോഡേൺ ടെക്നോളജി ഒക്കെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പല രീതിയിലുള്ള പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.